അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു. സാരമായ അമ്പിളി തൃച്ചടാ വലിച്ചു പൊട്ടിക്കുന്നു. അന്നേരത്ത് ഭൂമിസ്ഥാനത്ത് നെട്ടാനെടുക്കനെ അടിച്ചു ജപിച്ചതെന്നോ ഒരു കാലത്ത് വലിയൊരു പാർവള്ളി തോട്ടമായി ഒലതിരിഞ്ഞു കാണുമ്പോ കൂളിവാക പെണ്ണിനോടും പറഞ്ഞു, ഓളെ കൂളിവാകനിയായിരിക്കുന്നു. പാർവള്ളി തോട്ടത്തോടെ കടന്നു ചെന്നു പാർവള്ളികളാല മുറിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാല് മക്കൾക്ക് ഞാൻ അരഞ്ഞാണം കിട്ടുവാനും പേരും വിളിക്കുവാനും കുറ്റവും കുറവില്ല എന്നങ്ങ് ഉടം പറഞ്ഞു കാണുമ്പോ കൂളിവാക പെണ്ണിന്റെ അണിവായിൽ കുഞ്ഞിരി തൂങ്ങുമ്പോ അവളുടെ എടുക്കുന്നു. പാവള്ളി തോട്ടത്തോടെ കടന്നു ചെന്നതാ. ഓരോരോ മക്കളുടെ അരയണമാണ് കിട്ടി കൊണ്ടുപോലും പോവാ. വെയിലത്തിട്ട് വെള്ളവും മാറ്റം മാറ്റിയ ഞാനും മുനികളും തീർക്കുന്നു. ഒരു കാലത്ത് പരമേശ്വരന്റെ തിരുമുമ്പാകൊണ്ട് കാഴ്ച വെക്കുമ്പോ അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു. ആ സ്ത്രീ കൈലാസം അടിക്കുന്നു തെളിക്കുന്നു. ഗംഗാ കൊണ്ട് നേർത്ത് വെച്ചു വായുവിനെ കൊണ്ട് അടിച്ചു കാണുമ്പോ നിറപരാമണി വിളക്ക് ദീപം കൊണ്ട് കുളർത്തിയും വെച്ചു. അന്നേരമാകി പുനങ്കിഴക്കോട്ട് തിരിഞ്ഞ് ആയിരുന്നു ഓരോരോ മക്കളെ ഏറ്റെടുക്കുന്നു. അരഞ്ഞാണം കെട്ടുവാനും തുടങ്ങി കാണുന്നതാ. ഓരോരോ മക്കൾ അരഞ്ഞാണം കെട്ടുമ്പോ ഒടുവിൽ പിറന്നാരോ മരുങ്ങി പുനമകനെ അരഞ്ഞാണം കെട്ടുവാനും നിയമനം ചെന്നലാണെമ്പോ ആരോ മരുങ്ങി പുനമകനും പറഞ്ഞു, അച്ഛ പരമേശ്വര തിരുവടിയാണ് നല്ല ചോവ. എന്റെ ചേട്ടന്മാരെ കട്ടകള്ളന്മാരെ പോലെ കാട്ടുവള്ളികൾ കൊണ്ടും പരിച്ചുവള്ളികൾ കൊണ്ടും അരഞ്ഞാണം കിട്ടിയില്ല. പേർ വിളിച്ചില്ലേ അച്ഛ പരമേശ്വര. ഞാനായിരിക്കുന്നു അച്ഛൻ പരമേശ്വരന്റെ കൈലാസത്തിൽ നിന്നും ചക്ക കണ്ടിട്ടില്ല, മാങ്ങ കണ്ടിട്ടില്ല. അച്ഛന്റെ തൊഴുവം ചാടി കടന്ന മകൻ ഞാനല്ല. നന്ദി എന്ന വെള്ളക്കാരെ അഴിച്ചു മാറ്റി കിട്ടിയ മകൻ ഞാനല്ല. പരമേശ്വര എന്നെ അരഞ്ഞാണം കെട്ടേണമെന്ന് വന്നാലേ അച്ഛന്റെ മകൻ ബാധി കിടക്കുന്ന ബ്രഹ്മസിന് പോണുപോലിൽ നിന്ന് ഒരിഴാപോലും വലിച്ചു പൊട്ടിക്കണം. തൃത്തുടാമേൽ വെച്ചു മുമ്പിനെ കൂട്ടി പിരിക്കണം. ഉത്തരം തൃപ്പടിമേൽ വെച്ചിരിക്കുന്ന അന്താമണി പൊങ്കാമണി പഴൂരങ്ങള് മുത്തുക്കല്ല് പവിഴക്കല്ലുകൾ കുത്തിക്കോർത്തുക. എന്നോട് അറിയില്ല അരഞ്ഞാണമായി രണ്ടുപേരും വിളിച്ചു മതിയാവുള്ളൂ. എന്റെ പരമേശ്വര. വനത്തെ വാങ്ങി കിടക്കുന്ന ബ്രഹ്മസിം പോണുമൂലി ഒരിഴാം വലിച്ചു പൊട്ടിച്ചു തൃത്തുടാമേൽ വെച്ചു. മുപ്പിനെയും കൂട്ടി പിരിക്കുന്നു. തൃപ്പടിമേൽ വെച്ചിരിക്കുന്ന അങ്കമണി കൊങ്കമണി മേടൂര്യങ്ങളിൽ മുത്ത് കല്ല് പവിഴക്കല്ലുകളെ കുത്തി കോർക്കുന്നു. അവന്റെ അറിയില്ല ഞാണമായി കിട്ടിക്കാണുമ്പോ ആദ്യം പിറന്ന മക്കളെയും കണ്ണു പിടിക്കുന്നു. മക്കളെ കൊണ്ട് പേരും വിളിക്കുവാനും തുടങ്ങി കാണുന്നു. ഓരോരോ പേരും വിളിക്കുന്നു. ആദികുട്ടിയ അനാദികുട്ടി പൂക്കുട്ടി പൂക്കലക്കുട്ടി അടിയാലത്തുകുട്ടി മേൽപ്പുള്ളിക്കുട്ടി കീഴ്പുള്ളിക്കുട്ടിയ കാട്ടുമാടൻ കുട്ടി പന്തല്ലൂര് കുട്ടിയ ഓടൻകുട്ടി ചാടൻകുട്ടി പറക്കുംകുട്ടി പറക്കുട്ടി നീക്കുട്ടി ഓലക്കുട്ടി ഓലനേയ പറന്നൻകുട്ടിയ അഖിലാളത്ത് കുട്ടി എന്ന പേരും വിളിക്കുന്നു. പൊന്നാരങ്കരിക്കുട്ടി മകനെ പൊന്നാരങ്കരിക്കുട്ടി മകനെ പൊന്നാരങ്കരിക്കുട്ടി മകനെ എന്നുക പേരും വിളിക്കുമ്പോ ഏറ്റത്ത് ചാത്ത ഇറക്കത്ത് ചാത്ത മുക്കിലെ ചാത്ത മൂലയിലെ ചാത്ത മാരണ ചാത്ത സ്തംഭന ചാത്ത
ചാത്ത കരിഞ്ചാത്തോ ചീരപ്പൊടി ചാത്ത മൂക്കൻ ചാത്ത ഉമ്മ ചാത്തനുവ പേരും വിളിക്കുമ്പോ ഒടുവിൽ പിറന്നാരോ ഉണ്ണി കുടമകനെയ പേരും വിളിക്കുവാനും തുടങ്ങുന്നുവ ചേരേതും മുൻകിരീടം മകരപടിപടം കുണ്ടലം മൽപതക്കം ചാരി പൂർണ്ണ തിരുവയറിന്മേട്ടുമാട്ടുടപ്പോ ആലോല പൊന്മണിയും പോലും വലതുകരമതിൽ പിന്നെ മാമേകപാലുമ ചേരുമ്പോ പിൻപുറത്ത് അമരുമ അച്ഛന്റെ ആരോമലപുത്രനെ കൂളിമാകസുതനെ പാർവതി നന്ദന അസുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായ ചാത്ത മാണിക്യ ചാത്തോ പൊന്നുണ്ണി വിഷ്ണുമായ ചാത്ത പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തോ ചന്ദ്രമേശ്വര ആരോഗ്യ